അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങളൊക്കെ? ലഗ്രാഹത്തല്ലേ? അപ്പോൾ നമ്മൾ പാഠം നജ്ജാഷിയും അതിൻ്റെ അതിഥികളും, അതായത് നമ്മൾ പാഠം. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ ഹബശയിലെത്തും. അവരെ തിരഞ്ഞ് കാഫര്യങ്ങളിൽ നിന്ന് രണ്ട് നേതാക്കന്മാർ പോകും. നജാഷിയോട് അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ പറഞ്ഞേക്കാൻ വേണ്ടി ആവശ്യപ്പെടും. എന്നാൽ രാജാവ് എന്താകൂല, ഒരിക്കലും സമ്മതിക്കൂല. അങ്ങനെ പിന്നെ ഓല് പറയും, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഓരോ കുറ്റങ്ങൾ പറയും അല്ലേ, ഇവർ ഓരോ മതം വിട്ടു പോകുന്നതാണ്, ഞങ്ങളൊക്കെ ചീത്ത പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ രാജാവ് പറയും, നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ ഓരോ വിട്ടയക്കും, അല്ലെങ്കിൽ വിട്ടയക്കില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഇനി രാജാവ് എന്താക്കാണ്, ഇവരെ വിളിക്കുകയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇനി വിവരിക്കാൻ പോണത്. മർസലൻ നജ്ജാഷി രാജാവ് അയച്ചു ഇല അസ്ഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതായത് അവിടെയുള്ള സഹാബികളിലേക്ക്, അവിടെയുള്ള ആളുകളിലേക്ക് ഒരു ദൂതനെ അയച്ചു. ഫദാഹും, എന്നിട്ട് അവരെ ക്ഷണിച്ചു രാജാവിൻ്റെ അടുത്തേക്ക്. ഫലമ്മാ ജാഅഹും, അങ്ങനെ റസൂലുഹു അവരുടെ അടുത്തേക്ക്, മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ, റസൂലുഹു ആ നജ്ജാഷിയുടെ ദൂതൻ വന്നപ്പോൾ, ഇജ്തമ എല്ലാവരും ഒരുമിച്ച് കൂടി. സുമ്മ ഖാല ബഅദുഹും ലിബഅദിൻ, അവർ പരസ്പരം പറഞ്ഞു, മാ തഖൂലൂന ലിർറജുലി ഇദാ ജിഅ്തുമുഹു. മാ തഖൂലൂന ലിർറജുലി, നിങ്ങൾ ആ രാജാവിനോട് എന്താണ് പറയുക? ലിർറജുലി എന്ന പുരുഷനോട് ഉദ്ദേശം രാജാവ് കേട്ടോ. ആ രാജാവിനോട് എന്താണ് നിങ്ങൾ പറയുക? ഇദാ ജിഅ്തുമുഹു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കുക എന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അപ്പോൾ ഖാല, അവർ പറഞ്ഞു, യഖൂലു, ഞങ്ങൾ പറയും, അല്ലാഹു തന്നെ സത്യം, ഞങ്ങളെന്താ പറയുക? മാ അലിംന, ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. അതുപോലെ എന്തും ഒമാ അമർന ബിഹി നബിയുന, നബി തങ്ങൾ ഞങ്ങളോട് എന്തെല്ലാം കൽപ്പിച്ചോ ആ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. കായിനം ഫീ ദാലിക മാ ഹുവ കായിനുൻ, നമ്മളിങ്ങനെ അറിയില്ല, എന്തൊക്കെ സംഭവിച്ചാലും ശരി എന്നൊക്കെ അറിയില്ല, അതിന് ഉപയോഗിക്കുന്നതാണ്. കായിനം ഫീ ദാലിക മാ ഹുവ കായിനുൻ, എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞങ്ങളോട് എന്താണോ റസൂൽ കൽപ്പിച്ചത് അത് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഫലമ്മാ ജാഊർ, അവരങ്ങനെ വന്നപ്പോൾ, രാജാവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ലം യസ്ജുദു ലിൻ നജ്ജാഷിക്ക് എന്തായില്ല, അവർ സുജൂദ് ചെയ്തില്ല. കമാ യഫ്അൽ ആഖറൂൻ, മറ്റുള്ളവർ ചെയ്തതുപോലെ എന്തായില്ല, ഇവർ സുജൂദ് ചെയ്തില്ല. ഫസഅലഹും അൻ ദാലിക, അപ്പോൾ മുസ്ലിങ്ങളോട് ചോദിച്ചു, അൻ ദാലിക, എന്തുകൊണ്ടാണ് സുജൂദ് ചെയ്യാത്തുള്ള വിഷയം എന്തായി അവരോട് ചോദിച്ചു. ഫറദ്ദു അലൈഹി, അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ബി അന്ന തഹിയ്യത്തുഹും, മുസ്ലിങ്ങളുടെ അഭിസംബോധനം എന്ന് പറഞ്ഞാൽ സലാം, അതെന്താണ്, സലാം മാത്രമാണ്, അല്ലാതെ എന്തല്ല, സുജൂദല്ല എന്നവർ പറഞ്ഞു. അനദാൻ നജ്ജാഷി എന്തായി ക്ഷണിച്ചു, അസാഖിഫത്തഹു, തൻ്റെ ബിഷപ്പുമാരെ, പുരോഹിതന്മാരെ ക്ഷണിച്ചു. ഫനഷറു, അവരെന്തായി പരത്തി, മസാഹിഫവും അവരുടെ ഏടുകളൊക്കെ എന്തായി തുറന്നു കൊടുത്തു, ഹൗലഹു, അദ്ദേഹത്തിൻ്റെ ചുറ്റും. ഫഖാലഹും, അപ്പോൾ രാജാവ് അവരോട് മുസ്ലിങ്ങളോട് ചോദിച്ചു, മാ ഹാദ ദീനുല്ലദി, ഈ ദീന് ഏത് മതമാണിത്, എങ്ങനത്തെ മതമാണ്? കത് ഫാറത്തുക്കും ഫീഹി കൗമക്കും, നിങ്ങളുടെ മറ്റുള്ള സമൂഹത്തിനെ എന്തായിട്ടുണ്ട്, നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ആ ദീനിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ മതം ഏതാണ്? വലം തദ്ഖുലു ബിഹി ഫീ ദീനി, ആ മതമുണ്ടായ കാരണത്താൽ നിങ്ങൾ എൻ്റെ മതത്തിലും പ്രവേശിച്ചിട്ടില്ല. ഫലാ ഫീ ദീനി അഹദി മിൻ ഹാദിഹിൽ മിലലി, മില്ലത്തിൻ്റെ മിലൽ എന്ന് പറഞ്ഞാൽ മതങ്ങൾ, മറ്റുള്ള ഒരു മതത്തിലും നിങ്ങൾ പ്രവേശിച്ചിട്ടില്ല ആ മതം കൊണ്ട്. ആ മതം ഏതാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് രാജാവ് ചോദിച്ചു. ഫകല്ലമഹു, അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. ആര്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് എന്തായി അദ്ദേഹത്തോട് സംസാരിച്ചു. കലാമൻ ത്വയ്യിബൻ, നല്ലൊരു സംസാരമാണ് ഇസ്ലാമിനെ പറ്റിയിട്ട്. എന്നിട്ട് വഖാല ഫീമാ ഖാല, അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ മലിക്, ഓ രാജാവേ, കുന്ന, ഞങ്ങളായിരുന്നു, കൗമൻ അഹ്ലൽ ജാഹിലിയ, ഒരു സമൂഹമായിരുന്നു, അഹ്ല ജാഹിലിയത്തിന്, വളരെ വിഡ്ഢിത്തൊക്കെ പൊട്ടത്തരങ്ങളെല്ലാമുള്ള ഒരു സമൂഹമായിരുന്നു. ഷിർക്കിൻ്റെയും ആളുകളായിരുന്നു. നഅബുദുൽ അസ്നാമ, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നു. സനമുജം അസ്നാം, ബിംബങ്ങൾ. വനഅകുൽ മൈത്തത, ഞങ്ങൾ ചത്ത ശവങ്ങളെയെല്ലാം തിന്നുമായിരുന്നു. വനഅത്തിൽ ഫവാഹിഷ, ഞങ്ങൾ മോശമായ കാര്യങ്ങൾ, ഫാഹിഷത്തും ജമ ഫവാഹിഷ്, മോശമായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. വനഖ്തഉൽ അർഹാമ, ഞങ്ങൾ കുടുംബബന്ധങ്ങൾ മുറിക്കുമായിരുന്നു. അർഹാം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധങ്ങൾ മുറിക്കുമായിരുന്നു. വനുസിഉൽ ജിവാറ, അയൽവാസികളോട് ഞങ്ങൾ മോശമായി പെരുമാറുമായിരുന്നു. വനസ്തഹില്ലു മഹാരിമ, ഹറാമായ കാര്യങ്ങൾ ഞങ്ങൾ ഹലാലാക്കുമായിരുന്നു. വലാ നഅരിഫ് ഹലാലൻ വലാ ഹറാമൻ, ഞങ്ങൾക്ക് ഹലാൽ ഏതാണെന്നോ ഹറാം ഏതാണെന്നോ ഒരിക്കലും അറിയുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹമായിരുന്നു ഞങ്ങൾ പണ്ട് കാലത്ത്. ഫദആന
വയക്കുലുൽ കവിയോ, പിന്നെ അങ്ങനത്തെ സംഭവമായിരുന്നു. വയക്കുലുൽ കവിയോ, ശക്തനായ ആൾ കഴിക്കും ഞങ്ങളിൽ നിന്നും അത് വൈഫ ബലഹീനനായ ആൾ. അതായത് ശക്തിയുള്ള ആൾക്കാരെന്താകും ഈ നിസ്സഹായരായ തീരെ ശക്തിയില്ലാത്ത ആളുകളെ ആക്രമിക്കും എന്നുള്ള അർത്ഥത്തിൽ. കുന്നാലാദാലിക, അങ്ങനെ ഞങ്ങൾ ഈ അവസ്ഥയിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹത്ത ഏതുവരെ ബഅസല്ലാഹു, അള്ളാഹു താല അയച്ചു ഇലൈന ഞങ്ങളിലേക്ക് റസൂലൻ ഞങ്ങളിൽപ്പെട്ട ഒരു ദൂതനെ അള്ളാഹു ഞങ്ങളിലേക്ക് അയച്ചു. നഅരിഫു, ഞങ്ങൾക്കറിയാം, നസബഹു, അദ്ദേഹത്തിൻ്റെ കുടുംബബന്ധം, വസിദുഖു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, അമാനത്ത്, അദ്ദേഹത്തിൻ്റെ ആ അമാനത്തും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അമാനത്ത് എന്ന് പറഞ്ഞാലും തന്നെ വിശ്വസ്തത തന്നെ. അഫാഫു, അദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ, സൽ സ്വഭാവങ്ങളും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനത്തെ ഒരു റസൂലിനെ അതായത് മുഹമ്മദ് നബി അള്ളാഹു താല ഞങ്ങളിലേക്ക് അയച്ചു. ഫദആന, അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു, അൻ അബ്ദുല്ലാഹി വഹ്ദഹു, അള്ളാഹിനെ മാത്രം ആരാധിക്കാനും, വലാ നുശ്രിക ബിഹി അഹദൻ, മറ്റൊരാളെയും ഷിർക്ക് പങ്കു ചേർക്കാതിരിക്കാനും ഞങ്ങളോട് കൽപ്പിച്ചു. പിന്നെ എന്തിനും കൽപ്പിച്ചു, നഖ്ലഹ, ഞങ്ങളോട് ഒഴിവാക്കാനും, മാ കുന്നാ നഅ്ബുദു, ഞങ്ങൾ ആരാധിച്ചിരുന്നതായ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഞങ്ങളോട് ഒഴിവാക്കാനും കൽപ്പിച്ചു. നഖ്ലഹ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. നെഹ്നു, ഞങ്ങൾ ആരാധിച്ചിരുന്നതും, ആബാന, ഞങ്ങളുടെ വാപ്പന്മാർ ആരാധിച്ചിരുന്നതായ സാധനങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. ഏതൊക്കെ? മിനൽ ഹിജാറത്ത് വൽ ഔസാനി, കല്ലുകളും, അതുപോലെ ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ കല്ലുകൾ, വൽ ഔസാൻ, ബിംബങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം ആരാധിക്കുന്നത് ഒഴിവാക്കാനും ഞങ്ങളോട് കൽപ്പിച്ചു. അമറന, ഞങ്ങളോട് കൽപ്പിച്ചു, ബിസിദിക്കിൽ ഹദീസി, സത്യം മാത്രം സംസാരിക്കാനും, വദായിൽ അമാനത്തി, അമാനത്ത് വീട്ടാൻ വേണ്ടിയിട്ടും, ഒരാൾ ഏൽപ്പിച്ച കാര്യം അതാണ് അമാനത്ത് എന്ന് പറഞ്ഞാൽ, അത് വീട്ടാൻ വേണ്ടിയിട്ടും, വസിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കാനും, ഹുസ്നുൽ ജിവാരി, അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറാനും, വൽ കഫി അനിൽ മഹാരിമി, ഹറാമായ കാര്യങ്ങൾ തൊട്ട് തടയാനും, ദിമായി, ദമുൻ ജമ്മ് ദിമാ, രക്തം, അതായത് രക്തച്ചൊരിച്ചുകളെ തൊട്ട് തടയാനൊക്കെ ഞങ്ങളോട് കൽപ്പിച്ചു. വനഹാന, ഞങ്ങളെ നിരോധിച്ചു, അലിൽ ഫവാഹിഷി, മോശമായ കാര്യങ്ങളെ തൊട്ട്, കൗലുദൂരി, കള്ളം പറയുന്നതിനെ തൊട്ടും. കൗലുദൂർ എന്ന് പറഞ്ഞാൽ കള്ളം പറയുക അല്ലെങ്കിൽ കള്ളസാക്ഷ്യം വഹിക്കുക, അതിൽ തൊട്ടും ഞങ്ങൾ തടഞ്ഞു. അക്ലി മാലിൽ യത്തീമക്കളുടെ പണം തിന്നുന്നതിനെ തൊട്ടും ഞങ്ങൾ തടഞ്ഞു. കദ്ഫിൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ പവിത്രരായ സ്ത്രീകൾ, നല്ല സ്ത്രീകൾ, അവരെ അവർ വ്യഭിചാരികളാണ് എന്ന് ആക്ഷേപിക്കുക, അതിനാണ് കദ്ഫ് എന്ന് പറയുക. കദ്ഫിൽ മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ നല്ലവരായ സ്ത്രീകളെ വ്യഭിചാരോപണം നടത്തുക, അതിനെ തൊട്ട് ഞങ്ങൾ നിരോധിച്ചു. അമർന, ഞങ്ങളോട് കൽപ്പിച്ചു, ബി സ്വലാത്തി സക്കാത്തി സിയാമി, നിസ്കാരവും നോമ്പും സക്കാത്തിനെ കൊണ്ടെല്ലാം കൽപ്പിച്ചു. എന്നിട്ട് അലേഹി, എണ്ണിക്കൊടുത്തു, അലേഹി, അദ്ദേഹത്തിന്, ആ രാജാവിന് എണ്ണിക്കൊടുത്തു, ഉമറുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോന്നും എണ്ണി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഫസദ്ദഖ്നാഹു, ഞങ്ങൾ ആ റസൂലിനെ ഞങ്ങൾ വിശ്വസിച്ചു. ആമന്നാ ബിഹി, ഞങ്ങൾ മുഅ്മിനീങ്ങളായി. വത്തബഅനാഹു, ഞങ്ങൾ ആ റസൂലിനെ പിന്തുടർന്നു. അലമാ ജാ ബിഹി, അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും, ഇവിടുന്ന് കൊണ്ടുവന്ന മിനല്ലാഹി, അള്ളാഹിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ പിന്തുടർന്നു. ഫഅബദ്ന അല്ലാഹു വഹ്ദഹു, ഞങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിച്ചു. ഫലം നുശ്രിക് ബിഹി ഷൈഅൻ, അള്ളാഹിനെ കൊണ്ട് മറ്റൊന്നിനെയും പങ്കു ചേർത്തില്ല. വഹറംന മാ ഹറമ അലൈന, ഞങ്ങളുടെ മേൽ ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഹറാമാക്കി. വഹല്ലൽന മാ ഹല്ലല്ലാഹ്, ഞങ്ങളുടെ മേൽ ഹലാലാക്കിയ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ ഹലാലാക്കുകയും ചെയ്തു. ഫഅദ അലൈന, ഈ സമയത്ത് അപ്പോൾ ഞങ്ങളോട് ശത്രുതയായി, കൗമുന, ഞങ്ങളുടെ സമൂഹം ഞങ്ങളോട് ശത്രുതയായി. ഫഅദബൂന, അവർ ഞങ്ങളെ ശിക്ഷിച്ചു. ഫത്തനൂന, അവർ ഞങ്ങളെ വഴിപ്പിയപ്പിച്ചു. ദീന, ഞങ്ങൾ ദീനിനെ തൊട്ടും. ലിയറുദ്ദൂന, ഞങ്ങളെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്, ഇല ഇബാദത്തിൽ അവസാനി, ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിൽ നിന്നും? മിൻ ഇബാദത്തില്ലാഹി, അള്ളാഹിൻ്റെ ആരാധനയിൽ നിന്നും ബിംബങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. വൻ നസ്തഹില്ല മാ കുന്ന നസ്തഹില്ലു ബിൽ ഖബായിസ്, ഞങ്ങൾ മുമ്പൽ വൻ നസ്തഹില്ല, ഞങ്ങൾ ഹലാലാക്കാനും. എന്തിനെ? മാ കുന്ന നസ്തഹില്ലു, ഞങ്ങൾ മുമ്പ് ഹലാലാക്കിയിരുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതായത് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഹലാലാക്കിയ കുറേ സാധനങ്ങളുണ്ടല്ലോ, പെണ്ണ് എന്താ പറയുക, വ്യഭിചരിക്കലും കള്ളു കുടിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വീണ്ടും ഹലാലാക്കാൻ ഞങ്ങളോട് ഇവരെന്തായി, ഈ ബിംബാരാധകരെ ഞങ്ങളെ ക്ഷണിച്ചു. കുന്ന നസ്തഹില്ലു മിനൽ ഖബായിസി, മോശമായ കാര്യങ്ങൾ അതെല്ലാം ഹലാലാക്കാനും അവർ ഞങ്ങളെ ക്ഷണിച്ചു, ഈ ശത്രുക്കൾ. ഫലമ്മ കഹറൂന, അവർ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ, വലമൂന, അവർ ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ, വലയ്യക്കു അലൈന, ഞങ്ങളുടെ മേൽ പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോൾ, വഹാലു, അവർ മറയിടുകയും ചെയ്തപ്പോൾ, ബൈനന വ ബൈന ദീന, ഞങ്ങളുടെയും ഞങ്ങളുടെ ദീനിനിടയിൽ മറയിടുകയും ചെയ്തപ്പോൾ, ഖറജ്ന, ഞങ്ങൾ പുറപ്പെട്ടു, ഇലാ ബിലാദിക, നിൻ്റെ നാട്ടിലേക്ക്, വഖ്തർനാക്ക, ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തു, അലമൻ സിവാക്ക, നിന്നെ അല്ലാത്തവരുടെ മേൽ
നീ അല്ലാത്തവരുടെ മേൽ നിന്നെ തിരഞ്ഞെടുത്തു, നിന്നെ മാത്രം എന്തായി ഞങ്ങൾ വേറെ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. റൈബിനെ ഞങ്ങൾ ആഗ്രഹിച്ചു, ഫി ജിവാരിക്ക നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾ ആഗ്രഹിച്ചു. റജൗന ഞങ്ങൾ പ്രതീക്ഷിച്ചു, അല്ലാ നുദലമ ഇന്ദക്കാൻ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചു. അയ്യുൽ മലിക്കോ രാജാവ്. ഫഖാലു നജ്ജാശ്, അപ്പോൾ അവരോട് നജ്ജാശ് പറഞ്ഞു, ഹൽ മഅക നിങ്ങളുടെ കൂടെയുണ്ടോ, മിമ്മാ ജാ ബിഹി അനില്ല മിൻ ഷൈഇൻ ആ റസൂല് അള്ളാഹിനെ കുറിച്ച് കൊണ്ടുവന്ന വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. ഫഖാലഹു ജഅഫറുൻ, അപ്പോൾ ജഅഫർ അബി താലിബ് എന്താവും അദ്ദേഹത്തോട് പറയും, ഞാൻ അതെ. ഫഖാലഹു നജ്ജാശ് പറയും, ഫഖറ അലൈഹി എന്നാൽ എനിക്ക് കുറച്ച് ഓദിത്താ. ഫഖറ അലൈഹി അപ്പോൾ ജഅഫർ ഓതി കൊടുത്തു. സുദ്ര മിൻ, സുദ്ര എന്ന് പറഞ്ഞാൽ തുടക്കം, മിൻ കാഫ് ഹായ ഇൻ സോദ്, മറിയം സൂറത്തിലെ കാഫ് ഹായ ഇൻ സോദ് എന്നുള്ള അവിടെ മുതൽ എന്തായി കുറച്ച് ഓതി കൊടുത്തു. ഫബക്കൻ നജ്ജാഷി എന്തായി കരഞ്ഞു. ഹത്ത ഇഖ്ലല്ലത്ത് നനഞ്ഞു, ഇബ്തല്ലത്ത് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. ലഹിയത്ത് അദ്ദേഹത്തിൻ്റെ താടി എന്തായി നനഞ്ഞു. ഒബക്കത്ത് അസാഖിഫത്തുഹു, ഒബക്കത്ത് കരഞ്ഞു. അസാഖിഫത്തുഹു അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരും എന്തായി കരഞ്ഞു. അത്ത ഏതരെ അഹ്ലലു മസാഹിഫവും, അഹ്ലലു അവരെന്തായി നനച്ചു, അവരുടെ കണ്ണുനീരെന്തായി നനച്ചു. മസാഹിഫവും അവരുടെ ഏടുകളെ. ഹീന സമയം അവർ കേട്ടപ്പോൾ മാ തല അലഹിം അവർക്ക് മേൽ ഓതിയ ആ ആയത്തുകളെ കേട്ടപ്പോൾ എന്തായി അവരുടെ കണ്ണുനീരും ഒഴുകി അവിടെ ഏടുകളൊക്കെ എന്തായി നനച്ചു. സുമഖാലും എന്നിട്ട് അവരോട് പറഞ്ഞു, നജ്ജാശി പറഞ്ഞു, ഇന്നഹാദ നിശ്ചയമായും ഇതും വലതി ജാബി ഈസാ നബി കൊണ്ടുവന്നതും രണ്ടും ല യഖ്റുജു അത് രണ്ടും പുറപ്പെടുന്നു മിൻ മുഷ്കാത്തിൻ വാഹിദ ഒറ്റ വിളക്കിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതായത് രണ്ടും എന്താണ് ഒരേ സാധനമാണ്, ഒരേ ദീനാണ്. ഈസാ നബി കൊണ്ടുവന്നതും നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് കൊണ്ടുവന്നതും എല്ലാം ഒരേ ദീനാണ്. അതുകൊണ്ട് ഇൻതലിക്ക നിങ്ങൾ രണ്ടുപേരും പെയ്ക്കോളി, അതായത് ആ കാഫിങ്ങളോട് പറയാൻ, നിങ്ങൾ രണ്ടുപേരും എന്തായിക്കോളി പെയ്ക്കോളി. ഫല വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, ലാ ഉസല്ലിമുഹും ഇലൈക്കുമ ആ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു തരികയില്ല, ഇലൈക്കുമ നിങ്ങൾ രണ്ടുപേരിലേക്ക് എന്താകില്ല ഒരിക്കലും ഏൽപ്പിച്ചു തരില്ല. നിങ്ങൾ കളവ് പറയുകയാണ്, ഒരിക്കലും എന്താകില്ല നിങ്ങളിലേക്ക് മുസ്ലിങ്ങളെ ഒരിക്കലും വിട്ടു തരികയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മ ഖറജ അങ്ങനെ രണ്ടുപേരും പോയപ്പോൾ മിനിന്തി അദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്ന് പോയപ്പോൾ കാല അംറുബിൻ ലാസ് എന്ന് പറഞ്ഞു, വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, ലാത്തിയന്നഹും നിശ്ചയമായും ഞാൻ നജ്ജാശി രാജൻ്റെ അടുത്തേക്ക് വരും നാളെ. എന്തിന് അൻഹും ഓല വിഷയം ചോദിച്ചിട്ട് ഓരോട്ടും കൂടി എന്താവും വരും. എന്തിനാണ് ബിമ അസ്തസിലു ബിഹി ഖദറാഹും അതായത് അവരുടെ പച്ചപ്പിനെ പിഴുതെറിയുക എന്ന് പറഞ്ഞാൽ അതായത് പൂർണ്ണമായും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താകും ഞാൻ നാളെ ഒരു വട്ടം കൂടി പോകും കേട്ടോ. അസ്തസിലു ബിഹി ഖദറാഹും അവരുടെ പച്ചപ്പിനെ പിഴുതെടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായും അവിടെ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എന്താകും ഞാൻ ഒരിക്കൽ കൂടി ആ രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അംറുൽ നാസ് പറഞ്ഞു. ഫഖാലഹു അബ്ദുല്ലാഹിബ്നു അബി റബിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾ അതായത് അബ്ദുല്ലാഹിബ്നു റബിയ എന്ത് പറയും, അബ്ദുല്ലാഹിബ്നു റബിയ അദ്ദേഹത്തോട് പറയും, ഖാനത്തൊക്കെ റജുലൈനി അദ്ദേഹം ആ രണ്ടാളിൽ വെച്ചിട്ട് കുറച്ചുംപാടി മുസ്ലിങ്ങളോട് സ്നേഹമുള്ള കുറച്ചുംപാടി തെക്കുള്ള ആളായിരുന്നു ആര് ഈ അബ്ദുല്ലാഹിബ്നു അബി റബിയ. അദ്ദേഹം എന്ത് പറയും, ലാ തഫ്അൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അംറുൽ നാസ് എന്താ പറയും, ഞാൻ എന്താകും നാളെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് എന്താകും ഓലെ പിടിച്ച് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുമെന്ന് പറയുമ്പോൾ അതിൽ കുറച്ചും പാടി തെക്കുള്ള അബ്ദുല്ലാഹിബ്നു അബി റബിയ പറയും നിങ്ങളൊരിക്കലും ചെയ്യരുത്. ഫഇന്നലഹു മർഹാമൻ അവർക്ക് എന്തുണ്ട് കുടുംബക്കാരുണ്ട് അല്ലേ, നമ്മളെ പോലൊക്കെ എന്താണ് ചെറിയ കുടുംബക്കാരല്ലേ. വൈകാനും അത് ഖാലഫൂന അവർ നമ്മളോട് എതിര് കാണിക്കുകയാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തല്ലേ കുടുംബക്കാരല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യണ്ടെന്ന് പറയും. അപ്പോൾ അയാൾ ആര് പറയും, നമ്മൾ അംറുൽ നാസ് പറയും, അംറുൽ നാസ് പറയും, വല്ലാഹി ല ഉഖ്ബിറന്നഹും അള്ളാഹു തന്നെയാണ് സത്യം, ല ഉഖ്ബിറന്നഹു ഞാൻ ആ രാജാവിനോട് പറയും, അന്നഹും ആ മുസ്ലിമീങ്ങൾ യസാമൂൻ അവർ വാദിക്കുന്നുണ്ട് അന്ന ഈസ ഇബ്നു മറിയം അബ്ദുൻ. ഇപ്പോൾ ഈ ക്രിസ്ത്യാനി വിശ്വാസം അനുസരിച്ച് എന്താണ് ഈസയാണ് അല്ലേ യേശു എന്താണ് ദൈവമാണെന്നാണ് വിശ്വാസം. അപ്പോൾ ഇയാൾ അംറുൽ നാസ് പറയുകയാണ് ഞാൻ നാളെ പോയിട്ട് എന്ത് പറയും, ഈ മുസ്ലിങ്ങൾ പറഞ്ഞത് എന്താണ് ഈസ ദൈവമൊന്നുമല്ല വെറും നമ്മളെപ്പോലത്തെ ഒരു അടിമയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇവൻ നിങ്ങളെ മതത്തിനോട് എതിര് കാണിക്കുകയാണ്, അതുകൊണ്ട് മുമ്പ് വിട്ടു തരണമെന്ന് നജ്ജാശിനോട് ചോദിക്കുമെന്ന് പറയാട്ടോ. അതാണ് പറയണത് വല്ലാഹി ഇല്ല ഉഖ്ബിറന്ന രാജാവിനോട് പറയും അന്നഹും ആ മുസ്ലിമീങ്ങൾ യസാമൂൻ അവർ വാദിക്കുന്നു അന്ന ഈസ ഇബ്നു മറിയം ഈസാ നബി എന്താണ് അബ്ദുൻ വെറും അടിമയാണെന്ന് വാദിക്കുന്നത്. എന്നിട്ടങ്ങനെ സുമ്മ ഒത അലേഹി പിന്നെന്തായി ഒത അലേഹി അദ്ദേഹത്തിന് അടുത്തേക്ക് പോയി മേലോതി. പിറ്റേന്നെന്തായി അംറുൽ നാസ് അങ്ങോട്ട് പോയി. ഓക്കെ
ഫഖാലു എന്നിട്ട് അവരോട് പറഞ്ഞു, അയ്യുഹൽ മലിക്കോ രാജാവേ, ഇന്നഹും ഈ മുസ്ലിമീങ്ങളുണ്ടല്ലോ യഖൂലൂൻ അവർ പറയുന്നു ഫി ഈസബിന് മറിയമ ഈസാ നബിയുടെ വിഷയത്തിൽ പറയുന്നു ഖൗലൻ അലീമ ഒരു ഭീകരമായൊരു വിഷയമാണ് അവർ പറയുന്നത്. അപ്പോൾ ഫാർസിൽ ഇലൈഹിം അപ്പോൾ എന്താക്കണം, നിങ്ങൾ ഓല അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കണം. ഫാർസിൽ നിങ്ങളൊരു ദൂതനാക്കി ഇലൈഹിം അവരിലേക്ക്. എന്നിട്ട് ഫസൽഹും എന്നിട്ട് അവരോട് ചോദിക്കി അമ്മ യഖൂലൂന ഫി എന്താണ് ഈസാ നബിയെക്കുറിച്ച് പറയുന്നത് എന്ന് അവരോട് ചോദിക്കി. അങ്ങനെ ഫാർസലയിലേഹിം അങ്ങനെ അവരിലേക്ക് ഒരു ദൂതനെ അയച്ചു. ലിയസ് അലുഹും അൻഹു ഈസാ നബിയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി എന്തായി ഒരു ദൂതനെ അയച്ചു. അങ്ങനെ ഫജ്തമ കൗമു ആ സമൂഹം മുസ്ലിങ്ങൾ സമൂഹം എന്തായി ഒരുമിച്ച് കൂടി. സുമ്മ കാല ബാദുഹും ലി ബാദിൻ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ചു, മാതാ തഖൂലൂന നിങ്ങൾ എന്താണ് പറയുക, ഫി ഈസബിന് മറിയം ഈസാ നബിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുക. ഇദാ സഅലകും അൻഹു ഈസാ നബിയോട് ചോദിച്ചാൽ ഈസാ നബിയെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ആ രാജാവിനോട് പറയുക എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞത് തന്നെ കൂലു വല്ലാഹി മാ ഖാല അള്ളാഹു എന്താണോ പറഞ്ഞത് അത് തന്നെ ഞങ്ങളും പറയുള്ളൂ എന്ന് പറയും. വമാ ജാബി നബിയുന നബി എന്താണോ കൊണ്ടുവന്നത് അത് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. കാഇനുൻ ഫീ ദാലിക മാ ഹുവ കാഇനുൻ എന്തൊക്കെ സംഭവിച്ചാലും ശരി റസൂലും അള്ളാഹും പറഞ്ഞു മാത്രമേ എന്താ ഉള്ളൂ ഞങ്ങൾ പറയുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ഫലമാ ദഖലു അലൈഹി രാജാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കാലു അവനോട് ചോദിച്ചു, മാതാ തഖൂലൂന ഫി ഈസാ ഇബ്നു മറിയം ഈസാ നബിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു. ഫഖാല ജഅഫർ ബിൻ താലിബ് ജഅഫർ ബിൻ താലിബ് എന്ത് പറഞ്ഞു, നഖൂലു ഫീഹി അല്ലദി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറയുന്നു ജാഅന ബിഹി നബിയു ഞങ്ങളുടെ നബി എന്താണോ കൊണ്ടുവന്നത് അത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഫഇന്നഹു യഖൂൽ റസൂൽ പറയുന്നുണ്ട് ഫഇന്നഹു യഖൂൽ റസൂൽ പറയുന്നു ഹുവ അബ്ദുല്ലാഹി റസൂലുഹു ഈസാ നബി ആരാണ്, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാകുന്നു. വ റൂഹുഹു അള്ളാഹുവിൻ്റെ റൂഹുമാകുന്നു. വ കലിമത്തുഹു അള്ളാഹുവിൻ്റെ വാക്യവുമാകുന്നു. അൽഖാഹ ആ വാക്കിനെ അള്ളാഹു തആല ഇട്ടു ഇലാ മറിയം ബീവിലേക്ക്. അൽ അസ്റാ അൽ ബത്തൂൽ എന്ന് പറഞ്ഞാൽ കന്യകയായ മറിയം ബീവിലേക്ക് ഇട്ട വാക്കാണ് ആര്, അത് മറിയം ബീവിക്ക് ഭർത്താവില്ലല്ലോ അല്ലേ, ഊതി കൊടുത്തതല്ലേ, മറിയം ബീവിൻ്റെ വയറ്റിലേക്ക് ഊതി കൊടുത്തതാണ്. അങ്ങനെയാണ് ഈസാ നബി ഉണ്ടായതല്ലേ. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ കലിമത്താണ് ആര്, ഈസാ നബി അലൈഹി സ്വലാം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ലറബൻ നജ്ജാഷി അപ്പോൾ നജ്ജാഷി എന്തായി അടിച്ചു ബിയദി എൻ്റെ കൈ കൊണ്ട് ഇലൽ അർളി ഭൂമിയിലേക്ക് അടിച്ചു. എന്നിട്ട് ഫഖദ മിൻഹ അതിൽ നിന്നും ആ ഭൂമിയിൽ നിന്ന് എടുത്തു ഊതൻ ഒരു വടിയെടുത്തു, എവിടെണ്ടായിരുന്നൊരു വടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം മാ അതാ ഈസ ഇബ്നു മറിയം മാ ഖുൽത ഹാദൽ ഊദ് അതായത് ഈ വടിൻ്റെ പുറത്തേക്ക് ഒന്നും എന്താച്ചില്ല, അതായത് നിങ്ങൾ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞത് സത്യം തന്നെയാണ്, ഈ വടിൻ്റെ പുറത്തേക്ക് എതിരായിട്ട് ഈസാ നബിക്ക് എതിരായിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അവിടെ വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം മാ അദാ ഈസ ഇബ്നു മറിയം മാ ഖുൽത ഹാദൽ ഊദ് ഈ വടിക്കപ്പുറം അതായത് ഈ വടിൻ്റെ അളവിൻ്റെ അപ്പുറം പോലും ഈസാ നബിയെ കുറിച്ചിട്ട് നിങ്ങൾ ഈസാ നബിയെ കുറിച്ചിട്ട് വേറൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞതെല്ലാം എന്താണ് ശരിയാണ്. ഫതനാഖറത്ത് അപ്പോൾ അദ്ദേഹത്തോട് എന്തായി പ്രകോപിതരായി ദേഷ്യം കാണിച്ചു. ബത്താരിക്കത്തഹു എന്ന് പുരോഹിതന്മാർ ഹൗലു അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന പുരോഹിതന്മാരെന്തായി അദ്ദേഹത്തോട് എന്തായി ദേഷ്യം കാണിച്ചു. ഹീനകാലമാക്കൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അതായത് എന്ത് ഇപ്പോൾ നിങ്ങൾ എതിരായിട്ടൊന്നും പറഞ്ഞില്ലേ, അപ്പം എന്തായി അദ്ദേഹത്തിന് ചുറ്റുമുള്ള പുരോഹിതന്മാരെന്തായി അദ്ദേഹത്തോട് ചൂടായി. ഇപ്പോൾ കാലപ്പൻ നജ്ജാഷി പറഞ്ഞു ഇന്നഹർത്തും നിങ്ങൾ എത്ര പ്രകോപനം കാണിച്ചാലും നിങ്ങൾ എത്ര ദേഷ്യം കാണിച്ചാലും ശരി ഇവർ പറഞ്ഞത് തന്നെയാണ് സത്യം തന്നെയാണ്. സുമ്മക്കാലിൽ മുസ്ലിമീൻ എന്നിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു ഇദ്ഹബൂ നിങ്ങൾ പോകൂ ഫഅൻതും നിങ്ങൾ ആമിനൂന ബി അർളി നിങ്ങൾ എൻ്റെ നാട്ടിൽ എന്താണ് നിർഭയരാണ്. മൻ സബ്ബക്കും ഒരിം നിങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ സബ്ബക്ക എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക കുറ്റം പറയുക. മൻ സബ്ബക്കും നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഒരിം അവൻ കടക്കാരനാകും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ടാകും ഫൈൻ കൊടുക്കേണ്ടി വരും. മൻസബക്കും ഒരിം നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അവൻ കുറ്റക്കാരനാകും, അവനക്ക് ഫൈൻ ഉണ്ടാകും. മാ ഒഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അന്നൽ ഈ ജബൽ മിൻ ദഹബിൻ എനിക്കൊരു കുന്നോളം എന്തുണ്ടാവുക ഒരു മലയോളം സ്വർണ്ണം ഉണ്ടാവുക. എന്നിട്ട് ഇനി ആദയിത്തു എന്നിട്ട് ഞാൻ എന്താകുക ബുദ്ധിമുട്ടിക്കുക. ആദയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടുക റുജുലമിനിക്കും നിങ്ങൾ എന്നുള്ള ഒരാളെ അതായത് എനിക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്കൊരു മല സ്വർണം കിട്ടിച്ചും കാര്യമില്ല. അതാണ് മൂപ്പര് പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരു മലയോളം സ്വർണ്ണമുണ്ട്, എന്നിട്ട് ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിമിനെ ആക്രമിക്കുക അതെനിക്ക് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമില്ല. അതിലേറെ ഭേദം ആ മല പൊളിഞ്ഞു പോകലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതോട്ടാ
സുമ്മക്കാൽ എന്നിട്ട് പറഞ്ഞു ലി ഹാഷിയത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരോട് പറഞ്ഞു റുദ്ദു അലൈഹിമ ഹാദായാഹുമ റുദ്ദു നിങ്ങൾ എന്താക്കണം മടക്കി കൊടുക്കണം അലൈഹിമ ആ രണ്ട് ചങ്ങായിക്ക് അതായത് അംറുബിനാസിനും റബിയക്കും നിങ്ങൾ മടക്കി കൊടുക്കുക ഹദായാഹുമ അവരുടെ രണ്ടുപേരുടെ സമ്മാനങ്ങൾ ഫലാ ഹായത്തലി ബിഹ ആ സമ്മാനം കൊണ്ട് എന്തില്ല എനിക്കൊരാവശ്യമില്ല ഇപ്പോൾ വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം മാ അഖദല്ലാഹു മിന്നി ദിശ്വത്ത അള്ളാഹു താല എന്നിൽ നിന്നും എടുത്തിട്ടില്ല ആ ദിശ്വത്ത എന്ത് റിശ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല എനിക്കെന്താക്കിയിട്ടില്ല എന്നിൽ നിന്നും എടുത്തിട്ടില്ല ദിശ്വത്ത നഷ്ടപരിഹാരമൊന്നും എന്നിൽ നിന്നും വാങ്ങിയിട്ടില്ല ഹീന റദ്ദ അലയ്യ മുൽക്കി അള്ളാഹു താല എനിക്ക് എന്നെ ഭരണം തിരിച്ചു തന്ന സമയത്ത് അള്ളാഹു താല എനിക്ക് ഭരണം ഏൽപ്പിച്ചു തന്ന സമയത്ത് അള്ളാഹു താല ഒരിക്കലും നഷ്ടപരിഹാരം വാങ്ങിയിട്ടില്ല ഫാഹുദ് റിശ്വത്ത് ഫിഹി അതുകൊണ്ട് എന്ത് അപ്പോൾ ഞാൻ അള്ളാഹിന് വേണ്ടിയിട്ട് ഒരിക്കലും നഷ്ടപരിഹാരം എടുക്കുകയുമില്ല അതാണ് രണ്ടും അങ്ങോട്ടാണ് നടക്കും എന്താകുക ഞാൻ ഒരിക്കലും എടുക്കുകയില്ല ഒമാ അത്ത അന്നാസഫിയ ആരെങ്കിലും ഏത് ജനങ്ങൾ ഒമാ അത്ത അന്നാസഫിയ ജനങ്ങളോട് വഴിപ്പെട്ട കാര്യത്തിലെല്ലാം ഫൗത്തിയുഹും ഫിഹി ഞാനെന്താ അവരോട് വഴിപ്പെടും ജനങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ എന്നോട് വഴിപ്പെട്ട ആ വിഷയത്തിലെല്ലാം ഞാൻ അവരോട് വഴിപ്പെടും അങ്ങനെ ഫഖറജാമിൻ ഇന്ദിഹി അവർ രണ്ടുപേരെന്തായി ആ രണ്ട് ചങ്ങായിമാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോയി മക്കുബൂഹൈനി എന്തായിട്ട് വളരെ മോശരായിട്ട് അങ്ങനല്ലേ പ്ലിങ്ങായിട്ടൊക്കെ അറിയില്ല അല്ലെ പ്ലിങ്ങായിട്ട് എന്തായി പോയി മർദൂദൻ അലഹിമ അവരുടെ മേൽ തിരിച്ചടി വാങ്ങിക്കൊണ്ട് മാ ജാ അബി അവർ എന്തിനാണോ വന്നത് അതിൻ്റെ തിരിച്ചടി വാങ്ങിക്കൊണ്ട് എന്തായി അവർ മടങ്ങിപ്പോയി അവർക്ക് എന്തായില്ല ഒരു കാര്യങ്ങൾ സാധിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തായി അവർ മടങ്ങിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം കേട്ടോ ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി